ലൈംഗികാരോപണം ഉയർന്ന രഞ്ജിത്തിനെതിരെ ഫെഫ്ക ഉടൻ നടപടി എടുക്കില്ല. പരാതിയിൽ കഴമ്പുണ്ടെന്ന അന്വേഷണത്തിൽ വ്യക്തമായാൽ മാത്രമായിരിക്കും നടപടിയെടുക്കുക. ആരോപണങ്ങൾ ഉയർന്നതിന്റെയും എഫ്ഐആർ ഇട്ടതിന്റെയും പേരിൽ രഞ്ജിത്തിനെ മാറ്റി നിർത്തില്ല എന്നാണ് ഫെഫ്കയുടെ നിലപാട്. രഞ്ജിത്തിൽ നിന്ന് ഫെഫ്ക വിശദീകരണം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൈഫുന്നീസ ചേരുന്നു. സൈഫുന്നീസ, ഇതിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല, ഫെഫ്ക വിശദീകരണം തേടുന്നു. ആ വിശദീകരണത്തിൽ രഞ്ജിത്ത് കൊടുത്തിരിക്കുന്ന മറുപടി നേരത്തെ നമുക്കൊക്കെ തന്നിരിക്കുന്ന വിശദീകരണമാകാനാണ് സാധ്യത. അർത്ഥസത്യം മാത്രമാണ് എന്നതായിരിക്കുമല്ലോ ആ വിശദീകരണം സ്വീകരിച്ചതിന് ശേഷമാണോ ഫെഫ്ക നിലപാട് അറിയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉടൻ നടപടിക്കില്ല. തീർച്ചയായും അരുൺകുമാർ, ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഫെഫ്ക ഈ സംവിധായകൻ രഞ്ജിത്തിനോട് ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചു. അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ തനിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ താൻ അത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടത്തിയിട്ടില്ല, തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമായിരുന്നു അന്ന് സംവിധായകൻ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞ. ഇക്കാര്യം തന്നെയാണ് ഫെഫ്കയ്ക്ക് മുന്നിലും രഞ്ജിത്ത് ആവർത്തിച്ചിരിക്കുന്നത്. ഈ വിശദീകരണം കേട്ടു. ഒപ്പം തന്നെ ഈ എഫ്ഐആർ എടുത്തതിന്റെ പേരിൽ നടപടി എടുക്കാനാകില്ല എന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫെഫ്കയിൽ നിരവധി അംഗങ്ങളുണ്ട്. ഒരു തൊഴിലാളി സംഘടനയാണ് ഫെഫ്ക. ഫെഫ്കയിൽ ഒരുപാട് അംഗങ്ങൾക്കെതിരെ പല കേസുകളിൽ എഫ്ഐആർ ഉണ്ട്. തൊഴിൽ തർക്കം, അതല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട്, ഭൂമി തർക്കം, അങ്ങനെ പല വിഷയങ്ങളിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എഫ്ഐആർ ഇട്ടവരെ എല്ലാം സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല. സംവിധായകൻ ലിജു കൃഷ്ണനെതിരെയും ഒമർ ലുലുവിനെതിരെയും അന്വേഷണത്തിൽ എവിടം വരെ എത്തിയിട്ടുണ്ട്, എന്താണ് വാസ്തവം എന്നത് കണ്ടെത്തട്ടെ. അതിനുശേഷം ഫെഫ്ക നിലപാടെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉടൻ ഒരു നടപടി രഞ്ജിത്തിനെതിരെ ഈ ആരോപണത്തിന്റെ പേരിലും എഫ്ഐആർ ഇട്ടതിന്റെ പേരിലും എടുക്കില്ല എന്നാണ് ഫെഫ്ക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്.